ഹായ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പാട്രിയോട്ട് എന്ന മൂവിയുടെ ശാപം എന്ന് പറയുന്നത് അതിൻ്റെ ട്രെയിലറാണ് എന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മൂവി കണ്ടവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് സ്പോയിലേഴ്സൊക്കെ ഞാൻ പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മൂവി കണ്ടവർ മാത്രം ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്തവർക്ക് ഈ വീഡിയോ വിളിച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു മൂവി ലവർ എന്ന രീതിയിൽ ഞാൻ ഈ മൂവീനെ, അതായത് മഹേഷ് നാരായണയുടെ മൂവിയാണ്. മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ, ഫഹദ്, ഇവരൊക്കെ ഇത്രയ്ക്ക് പേര് അഭിനയിക്കുന്ന ഒരു മൂവിയാണെങ്കിൽ അതിൻ്റെ ആദ്യം ട്രെയിലർ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ ട്രെയിലർ എന്തായാലും വാച്ച് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ മൂവിയുടെ ട്രെയിലർ ഞാൻ ഫുള്ള് വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 minutes പ്ലസ് ഉണ്ടായിരുന്നു ട്രെയിലർ. ഈ ട്രെയിലറിനേക്കാളും കൂടുതൽ എന്താണ് ഈ മൂവിയിൽ ഡെലിവർ ചെയ്തതാണ്. ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവിയിൽ കുറേ കാര്യങ്ങൾ അതിൻ്റെ ട്രെയിലറിൽ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കും. അല്ല, മേജർ സീൻ തന്നെ ട്രെയിലേഴ്സിലെല്ലാം കാണിച്ച് അവസാനിപ്പിച്ചേക്കാണ്. മെയിൻ ഇഷ്യൂ എന്താണെന്ന്, പെരിസ്കോപ്പ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. പെരിസ്കോപ്പ് എന്താണ് സോഫ്റ്റ്വെയറാണ്, പേഴ്സണൽ സാധനങ്ങളൊക്കെ ഫോണിലെ സിസ്റ്റത്തിലെ എല്ലാ കാര്യങ്ങളും ആക്സസ് ചെയ്യാൻ പറ്റുന്നു. അതിൻ്റെ വിഷ്വൽ അടക്കം കാണിക്കുന്ന ഒരു കൊച്ചിൻ്റെ ലാപ്ടോപ്പിൻ്റെ കാര്യങ്ങളും, പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ സീൻ. ദർശന ഫുൾ ടൈം മൊബൈൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, അത് ഹാക്ക് ചെയ്ത് അതിൻ്റെ ഇൻഫോർമേഷൻസ് എടുക്കുന്നു, കാര്യങ്ങളൊക്കെ എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ അതിൽ ദർശനയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ട്രെയിലറിൽ. അതിന് അഗേൻസ്റ്റ് ആയിട്ട് നമുക്ക് കുഞ്ചാക്കോ ബോബൻ വരുന്നതും കാണിക്കുന്നുണ്ട്. പിന്നെ മമ്മൂട്ടിയുടെ കാര്യങ്ങൾ, മമ്മൂട്ടി ഒരു ബ്ലോഗറാണ്, അതൊക്കെ ഓക്കെ, ബ്ലോഗറൊക്കെ കാര്യങ്ങളൊക്കെ. പിന്നെ ആൾ എന്തോ ഒരു ഡിഫൻസ് റിലേറ്റഡ് കാര്യത്തിൽ വർക്ക് ചെയ്തതെന്ന് അവിടെ മാറി റിട്ടയർ ആയിരുന്നു, ആൾ വേറെ നാട്ടിൽ പോയിരിക്കുന്നു, അവിടെ ബ്ലോഗർ ആവുന്നു, യൂട്യൂബ് മീറ്റ്, അതൊക്കെ എല്ലാം നമുക്ക് ആ ട്രെയിലറിൽ നിന്ന് മനസ്സിലാവും. പിന്നെ നമ്മുടെ മോഹൻലാലിനെ കാണിച്ചിരിക്കുന്ന രീതി, മോഹൻലാൽ എനിക്കെന്തും, അതിൽ സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്ന മോസ്കോഡ് എല്ലാം, അത് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഈ മൂവിയിൽ കണ്ടത് അത് ഫുള്ള് ട്രെയിലറിൽ തന്നെയുണ്ട്. പിന്നെ ടുവേർഡ്സ് ദി എൻഡ് ആ ചേസിങ് സീൻ, മമ്മൂട്ടി, മോഹൻലാൽ, കുഞ്ചാക്കോ ബോബൻ ചേസിങ് സീൻ, നമ്മൾ ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്ലസ്സാണ് നമ്മൾ മൂവിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ട്രെയിലറിനേക്കാളും കൂടുതലൊന്നും ഡെലിവർ ചെയ്യുന്നുണ്ടായില്ല മൂവിയിൽ. ആകെ എനിക്ക് കുറച്ചുകൂടി പ്ലസ് ആയിട്ട് തോന്നിയത് മമ്മൂട്ടി ആ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടുന്ന സീൻ, അതിൻ്റെ ആ മാനിപ്പുലേഷൻ ഭാഗം നല്ല രസമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ അത് ട്രെയിലറിലില്ല. ട്രെയിലർ ജസ്റ്റ് ഒരു ഫൈറ്റ് സീൻ മാത്രം കാണിക്കുന്നുള്ളൂ ട്രെയിലറിൽ, ആ അത്രത്തോളം സീക്വൻസിൻ്റെ. പിന്നെ ഒരു പെട്ടി കൊണ്ട് തള്ളി പോകുന്ന കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്. ആ സീനാണ് ഭയങ്കരമായിട്ട് കിക്ക് കിട്ടിയത്. ബാക്കി മൂവിയിൽ നമ്മളെല്ലാം പ്രഡിക്റ്റബിൾ ആയിരുന്നു. ഓരോ സീനും നയൻതാര വരുന്നു, നയൻതാരയുടെ ഡയലോഗ്സ് എന്തൊക്കെയാണ് മൂവിയിൽ കാണിച്ചു കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ഡയലോഗ്സ് എന്തൊക്കെയാണെന്ന് കാണിച്ചു കഴിഞ്ഞു. മോഹൻലാൽ വീട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ മോഹൻലാൽ അതിൻ്റെ റിയാക്ട് ചെയ്യുന്നതും കാര്യങ്ങളും ട്രെയിലറിൽ കാണിച്ചു കഴിഞ്ഞു. ചേസിങ് സീൻ നല്ല രസമുള്ള സീനായിരുന്നു. മമ്മൂട്ടി, മോഹൻലാൽ പുറത്തേക്ക് ഇറങ്ങി ഫൈറ്റ് ചെയ്യുന്ന സീൻ, അത് ഓൾറെഡി ട്രെയിലറിൽ കാണിച്ചു കഴിഞ്ഞു, പോസ്റ്റേഴ്സിൽ കാണിച്ചു കഴിഞ്ഞു. പിന്നെ എന്താണ് കൂടുതൽ മൂവിയിൽ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. പിന്നെ ഇതിൽ നമ്മുടെ ഫഹദ് വില്ലനാണെന്ന് നമുക്ക് ട്രെയിലറിൽ കാണും, അതിൽ മന്ത്രിയുടെ മോനാണെന്ന് മനസ്സിലാവും. ഇതെല്ലാം നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കുഞ്ചാക്കോ ബോബനും ഫഹദും കൂടിയിട്ടാണ് ഈ സംരംഭം തുടങ്ങിയെന്നും നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അവർ തമ്മിലൊരു ഫൈറ്റ് സീൻ ഉണ്ടാവുന്നതും നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബാഡ് പാരൻറ്റിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഫഹദ് അങ്ങനെ ആയെന്നും നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. എല്ലാം നമുക്ക് ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. ശരിക്കും ഡീകോഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഇൻഫോർമേഷൻസും ട്രെയിലറിൽ നിന്ന് കിട്ടുന്നുണ്ട്. എന്തിനാണ് ഇത്രയ്ക്ക് കണ്ടൻറ്റ് ട്രെയിലറിൽ കയറ്റിയത്? നിങ്ങളിപ്പോൾ ഒരു മൂവി ലവർ ഫസ്റ്റ് ഷോസ് തന്നെ കാണും, അവരുടെ റിവ്യൂ ഇതന്നെയായിരിക്കും. അവർ കൂടുതൽ കിട്ടിയില്ല, അവർക്ക് കിക്ക് കിട്ടിയില്ല, ട്രെയിലറിനേക്കാളും കൂടുതലൊന്നും കിട്ടിയില്ല. അതാണ് പാട്രിയോട്ടിന് സംഭവിച്ചത് തന്നെ. എനിക്കും ഇതന്നെ സംഭവിച്ചത്. ഞാൻ പക്ഷേ കണ്ട സ്ഥലവും അതും ഒരു ഡിസാസ്റ്റർ പ്രോബ്ലം ആയിരുന്നു. ഞാൻ ചാലക്കുടി സുരഭിയിലാണ് കണ്ടത്. അത് നൈറ്റ് ഷോ 10 മണിക്ക് കണ്ടത്. അതിനാണെങ്കിൽ എ സിയും ഓഫായിരുന്നു. എ സി ഓഫ് ആയതിന് മൂവി തുടങ്ങുമ്പോൾ തൊട്ട് തന്നെ എല്ലാവരും പറയുന്നുണ്ട് എ സി ഓഫാണെന്ന്. അയാളത്, ഞാൻ ആ തിരക്കിലാണ് ഞാൻ സിനിമയിൽ കയറിയത്, അവൻ ജസ്റ്റ് ടൈമിലാണ് ഞാൻ കയറിയത്. ആ സമയത്ത് കയറുമ്പോൾ ആ അവിടുത്തെ തിയേറ്ററിൻ്റെ സ്റ്റാഫ് പറഞ്ഞ രീതിയിൽ നിങ്ങൾ എ സി കൊള്ളാമെന്നാണോ മൂവി കാണാമെന്നാണോ എന്ന രീതിയിൽ പറഞ്ഞത്. നമ്മളെല്ലാം കൂടിയിട്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എ സിയിൽ ഇരുന്ന് മൂവി ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തിയേറ്ററിൽ പോകുന്നത്. അപ്പോൾ അതൊരു വേറെ ചാപ്റ്റർ, അത് വേറെ കാര്യം. ഇപ്പോൾ മൂവിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മൂവിയുടെ ശാപം എന്ന് പറയുന്നത് ട്രെയിലർ തന്നെയാണ്. നല്ലൊരു മൂവി ലവറിന് ട്രെയിലറിനേക്കാളും കൂടുതലൊന്നും മൂവിയിൽ കിട്ടിയില്ല. ഇതേപോലെ തന്നെ ചെറിയൊരു ഇഷ്യൂ മാലിക് എന്ന മൂവിയിലും ഉണ്ടായിരുന്നു, മഹേഷ് നാരായണൻ്റെ. പിന്നെ മലയും കുഞ്ഞിലും ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു. മലയും കുഞ്ഞ് ആസ് സച്ച് മൂവി കാണുമ്പോൾ നല്ല രസമായി തന്നെ. പക്ഷേ അതിനേക്കാൾ മുമ്പ് അവർ മേക്കിംഗ് കാണിച്ചു. മേക്കിംഗ് ഇങ്ങനെയാണ്, മണ്ണിൻ്റെ അടിയിൽ അവന് പെട്ടുപോകുന്നതും അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തതെന്നൊക്കെ കാണിച്ചിരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയും കുഞ്ഞ് മൂവി കാണുമ്പോൾ ആംബിയൻസ് ഭയങ്കരമായിട്ട് രസമായിട്ട് തോന്നി. പക്ഷേ അവൻ്റെ ആ സർവൈവൽ സൈഡ് എനിക്ക് അത്രത്തോളം എഫക്റ്റീവായിട്ട് തോന്നിയില്ല. സെയിം തിങ് ഇവിടെ വന്നത് പ്രശ്നം. മൂവി ഇറങ്ങുന്നതിനേക്കാൾ മുമ്പായിട്ട് പരമാവധി നല്ല സീൻസൊക്കെ എല്ലാം കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതാണ് എനിക്ക് ഈ പാട്രിയോട്ട് എന്ന മൂവിനെ പറ്റി പറയാനുള്ളത്. ഇതൊരു സ്പോയിലർ റിവ്യൂ ആണ്. മൂവി ആസ് സച്ച് മേക്കിംഗ് ഒക്കെ സൂപ്പറാണ്.
പക്ഷേ പ്രോബ്ലം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതായിരുന്നു. നിങ്ങൾ ഏത് ആൾക്കാരുടെ അടുത്തും ചോദിച്ചു നോക്കൂ റിവ്യൂ, അവർ പറയുന്നത് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഇൻ്റർവൽ ബ്ലോക്ക് അത് അടിപൊളിയായിരുന്നു. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിനേക്കാളും കൂടുതൽ കിട്ടിയത് ആ ഭാഗം മാത്രമാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും അത് അത്രയ്ക്ക് ഇഷ്ടമായത്. ബാക്കിയെല്ലാം പ്രഡിക്റ്റബിളാണ്. നമ്മൾ ട്രെയിലർ കണ്ടവർക്ക് എല്ലാവർക്കും പ്രഡിക്റ്റബിൾ ആയിരുന്നു ഓരോ സീനും. അപ്പോൾ ഇതാണ് എൻ്റെ റിവ്യൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഈ മൂവി കണ്ടതാണോ, നിങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് തന്നെയാണോ കിട്ടിയതെന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.